ഹലോ വെൽക്കം ടു മൈ ചാനൽ. കഥത്തിക്കിളിക്കുണ്ടിൻ്റെ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മുടെ സുധീഷിൻ്റെ അഭിപ്രായ പ്രകാരം അവരെല്ലാവരും കൂടി ബീച്ചിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. സുഭാഷ് ചേട്ടനാണെങ്കിൽ വല്ല ട്രിപ്പും പോണ പോലെയാണ്. നമ്മളെ ബീച്ചിലേക്ക് പോകുമ്പോൾ സാധനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്, ബെഡ്ഷീറ്റ് വെക്കുന്നുണ്ട്, വെള്ളം വെക്കുന്നുണ്ട്, സ്നാക്സ് വെക്കുന്നുണ്ട്, എല്ലാം എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ സുധീഷിന് ഭയങ്കര അത്ഭുതം. ഇതെന്തിനാ ബെഡ്ഷീറ്റൊക്കെ എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. അത് നിധിക്ക് മണലിലിരിക്കാൻ പറ്റില്ലല്ലോ, അതിന് വേണ്ടി എടുത്തു വെക്കുന്നതാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആൾക്ക് ഭയങ്കര കെയറിങ്. സുധീഷിനാണെങ്കിൽ ഒന്ന് പോയി കിട്ടിയാൽ മതി, കാരണം നിധിയോട് കൂടി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. എന്തായാലും പോകുന്നതിന് മുൻപ് എല്ലാവരും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നമ്മളെ നിധി പറയുന്നുണ്ട് അച്ഛനെ കൂടി വിളിക്കാന്ന്. പക്ഷേ സുധീഷ് ഒന്നും സമ്മതിക്കുന്നില്ല. ഏയ് വേണ്ട, അതൊന്നും ശരിയാവില്ല, എല്ലാം കുളമാക്കി കൈ തരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ അയാളെ വിളിച്ചിട്ട് കാര്യമില്ല, പിന്നെ എല്ലാം കുളമാക്കാനാണെങ്കിൽ വിളിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് നികേഷും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ പോലും വേണ്ടാന്നാണ് പറയുന്നത്, അതൊന്നും ശരിയാവില്ല മോളേന്ന്. പക്ഷേ നിധിയാണെങ്കിൽ പറയുന്നത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കുന്ന പരിഗണന അച്ഛനും കിട്ടുന്നുണ്ടെന്ന് അച്ഛന് തോന്നിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അത് അച്ഛന് കൊടുക്കാത്തത് കൊണ്ടാണ് പ്രശ്നം. ഞാൻ എന്തായാലും വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾ വിളിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. നീ ആദ്യമായിട്ട് എന്നോടൊരു കാര്യം ചോദിക്കല്ലേ, അപ്പം ഞാൻ എങ്ങനെ വരില്ല എന്ന് പറയാം, ഞാൻ ഒന്ന് റെഡി ആവട്ടെ, ഡ്രസ്സ് മാറ്റട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആൾ പാട്ടും പാടി ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി പോകുന്നുണ്ട്. എന്തായാലും ആൾ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ എല്ലാവരും കൂടി ബീച്ചിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ബീച്ചിൽ ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ഒക്കെ അവിടെ നിന്ന് നടത്തുന്നുണ്ട് കേട്ടോ. നമ്മളെ ഹരീഷ് ആണെങ്കിൽ ഷോപ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ടിറ്റോയും ചന്തുവും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മളെ നീതു അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. വരുമ്പോൾ തന്നെ ആളെ മൂടൊന്നും ശരിയല്ല, ഭയങ്കര ദേഷ്യത്തിലാണ് ആൾ വരുന്നത്. നമ്മളെ ഹരീഷ് ആണെങ്കിൽ കണ്ടിട്ട് മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നമ്മളെ നീതു ആണെങ്കിൽ ഒരു സ്റ്റൂളൊക്കെ ഇട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ വന്നിട്ടും നീ എന്താ എന്നെ മൈൻഡ് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹരീഷ് ഭയങ്കര ദേഷ്യത്തിലാണ്, വഴക്കടിച്ച ദേഷ്യത്തിലാണ് കേട്ടോ. വീട്ടുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് ആൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ആ കാര്യം എടുത്തിടുന്നുണ്ട്. എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ, നിങ്ങളെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വലിയ കോടീശ്വരന്മാരും ഞങ്ങൾ അലവലാദികളാണെന്ന് തോന്നുമല്ലോ, എന്തായാലും ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് അതെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീതു പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം തല്ലുകൊള്ളിയത്, എന്നിട്ട് നീ എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഞാനൊരു സമാധാന വാക്ക് കിട്ടുമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ പറയുന്നത്, ഓ സമാധാന വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കില്ല ഇങ്ങോട്ട് വന്നത്, പക്ഷെ ഞാൻ വിചാരിച്ചത് അതല്ല, അടുത്ത വഴക്ക് ഉണ്ടാക്കാനായിരിക്കും എന്നാണ് വിചാരിച്ചതെന്ന് പറയുന്നുണ്ട്. എന്തായാലും സുധീഷ് പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ നമ്മളെ നീതു ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ ഏട്ടൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്, വീട്ടുകാരെ കുറിച്ച് പറഞ്ഞ് എൻ്റെ വീടിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചും മിണ്ടാതെ നിൽക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നീതു ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ ഒരുപാട് തല്ല് വാങ്ങിച്ചു, നിനക്ക് വേണ്ടി തല്ല് വാങ്ങിച്ചു, എന്നെ വേണം പറയാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഹരീഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, നീയാണ് എൻ്റെ അടുത്ത് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് സംസാരിക്കുന്നത്, ഞാൻ ഇഷ്ടമല്ല എന്നൊന്നും നിന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇതുമാതിരി വഴക്കുണ്ടാക്കാനാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടുകാരുടെ പ്രശ്നം അവർക്ക് ചെറിയ വീടായതുകൊണ്ടോ അവർക്ക് സമ്പത്തില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, ആ നാട്ടുകാർ പറയുന്ന കുറച്ച് ധാരണകളുണ്ട്, അത് വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീതു അന്നേരം നമ്മളെ ഹരീഷ് പറയുന്നത്, ആ കാര്യങ്ങളൊക്കെ നിനക്കും അറിയുന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ടാണോ ഇങ്ങനെ പറയുന്നതെന്ന്, അതിന് എനിക്കതിന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ നിന്റെ മനസ്സിൽ അതുള്ളത് കൊണ്ടല്ലേ വീട്ടുകാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് നീ പറയുന്നത്. എന്തായാലും ഞങ്ങളുടെ വീട്ടുകാർക്ക് ഒരു കുഴപ്പമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് മേലാൽ ഈ വക വർത്താനമായിട്ട് അങ്ങോട്ട് വരരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളെ ഹരീഷിൻ്റെ വർത്താനം കേട്ടിട്ട് നീതുവിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വീട്ടിൽ അവൾ ഹരീഷിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടും ഏട്ടൻ്റെ കയ്യിൽ നിന്നും അച്ഛൻ്റെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നും കടി വാങ്ങിച്ചിട്ടും ഹരീഷിനൊരു നല്ല വാക്ക് പോലും നമ്മളെ നീതുവിൻ്റെ അടുത്ത് പറയുന്നില്ല. അപ്പം അതൊക്കെ ആലോചിച്ചിട്ട് സങ്കടം വന്നിട്ട് അവൾ പറയുന്നുണ്ട് കേട്ടോ, നിന്നെയായിട്ടുള്ള ഒരു ബന്ധം വേണ്ട, ബ്രേക്കപ്പ് ആവുന്നതാണ് നല്ലതെന്നൊക്കെ പറയുമ്പോൾ ഓടി അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്യുകയാണ് നമ്മളെ ഹരീഷ് ചെയ്യുന്നത്. അല്ലാതെ അവൾ ഇങ്ങനെ പറയുമ്പോൾ സങ്കടം കാണിച്ച് നിൽക്കുന്നൊന്നുമില്ല, അവോയ്ഡ് ചെയ്ത് വിടാട്ട് ചെയ്യുന്നത്. ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെ നീതോടെ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ ഉണ്ട്. സുധീഷ് എന്തായാലും ബീച്ചിൽ വന്നിട്ട് കിട്ടിയ ചാൻസ് മുതലാക്കുന്നുണ്ട് കേട്ടോ. ബീച്ചിൽ അവർ ഒരുപാട് നേരം നടന്നപ്പോൾ സുഭാഷ് ഏട്ടൻ കൊണ്ടുപോയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ ഞാനൊന്ന് മാറിയിരിക്കാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവരെല്ലാവരും ഈ ബെഡ്ഷീറ്റിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കപ്പലണ്ടി ഒക്കെ കഴിക്കുന്നുണ്ട്. നമ്മളെ നിധിയാണെങ്കിൽ സുഭാഷ് ഏട്ടനോട് ഒരു ആഗ്രഹം പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ഞാൻ കടലിൻ്റെ അങ്ങോട്ടൊന്നും പോയിക്കോട്ടെ, ഞാൻ വെള്ളത്തിൽ കളിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഒരുപാട് ദൂരമൊന്നും പോകില്ല, ഇവിടെ നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ മോളെ കളിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൂടെ നികേഷും അതുപോലെ തന്നെ സുധീഷൊക്കെ പോകുന്നുണ്ട്. സുഭാഷ് ഏട്ടനെ വിളിച്ചപ്പോൾ സുഭാഷ് ഏട്ടൻ പോയില്ല കേട്ടോ, ഞാൻ ഇവിടെ ഇരുന്നോളാം, ഞാൻ ഇതൊക്കെ നോക്കിക്കോളാം, സാധനങ്ങളൊക്കെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. നികേഷ് ആണെങ്കിൽ നികേഷിൻ്റെ വാച്ച് കഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, അവന് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും കളിക്കുന്നുണ്ട്. സുധീഷ് ആണെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നുണ്ട്. നിധിയുടെ കൈ പിടിച്ച് വെള്ളത്തിൽ ഇങ്ങനെ
കളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അന്നേരം നിധി അതൊന്നും ആലോചിക്കുന്നില്ല. അവളും ഭയങ്കര ഹാപ്പിനെസ്സിൽ വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ നമ്മളെ സുഭാഷ് ഏട്ടനും അതുപോലെ തന്നെ നികേഷിനും ഭയങ്കര സന്തോഷമായി. കാരണം അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ നിധി ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ അവൾ എപ്പോഴും ഭയങ്കര എതിർപ്പൊക്കെ ആയിരിക്കുമല്ലോ, ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്തായാലും അവർക്കായിട്ട് കുറച്ച് സമയങ്ങൾ അനുവദിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം അവിടുന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, ഞങ്ങളൊരു തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. നികേഷും സുഭാഷ് ഏട്ടനും കൂടി. സുധീഷിന് സംഭവം മനസ്സിലായി, അവരുടെ പ്രൈവസി മനസ്സിലാക്കിയിട്ടാണ് സുഭാഷ് ഏട്ടൻ മനഃപൂർവ്വം പോയതെന്ന്. എന്തായാലും ആ സമയത്ത് നമ്മളെ നിധിയോട് സുധീഷ് പറയുന്നുണ്ട്, നമുക്ക് കുറച്ച് ദൂരേക്ക് നടന്നാലോ, ഇവിടെ ഭയങ്കര തിരയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, അവർ കുറച്ച് ബാക്കിലല്ലേ, പിന്നെ അവർ ഇവിടെയല്ല, അപ്പം അങ്ങോട്ട് പോയാൽ ശരിയാവും എന്ന് ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ കൈ പിടിക്കുന്നുണ്ട്, ഭയങ്കര സന്തോഷത്തിലാട്ടോ നടക്കുന്നത്. അങ്ങനെ അവർ നടന്നിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഭാസ്കരൻ വെച്ചാൽ ദൂരെ നിന്ന് ഇവർ സംസാരിക്കുന്നത് കാണുന്നുണ്ട്. കണ്ട പാടെ വന്നിട്ട് ഇവരോട് ഓരോ കഥകൾ പറയുന്നുണ്ട്, പിന്നെ ഓരോ ബീച്ചിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഗുജറാത്തിലെ ഏറ്റവും വലിയ ബീച്ചിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് നികേഷും അതുപോലെ തന്നെ സുഭാഷ് ഏട്ടനും കാണുന്നുണ്ട്. കണ്ടിട്ട് നികേഷ് കാണിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മൾ അവരുടെ പ്രൈവസിക്ക് വേണ്ടി അവിടെ നിന്ന് മാറിയതില്ലേ, എന്നിട്ട് ഇപ്പം അച്ഛൻ പോയി ചെയ്യുന്നത് നോക്കിയെന്ന് പറയുന്നുണ്ട്. എന്തായാലും സുഭാഷ് ഏട്ടൻ അത് കണ്ടിട്ട് നേരെ പോയിട്ട് അച്ഛനെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അന്നേരവും നമ്മളെ സുധീഷിന് കാര്യം മനസ്സിലായി, പ്രൈവസിക്ക് വേണ്ടിയിട്ട് സുഭാഷ് ഏട്ടൻ അച്ഛനെ കൊണ്ടുപോയതെന്നൊക്കെ മനസ്സിലായി കേട്ടോ. അച്ഛനാണെങ്കിൽ പറയുന്നുണ്ട്, വീട്ടിലും ഞാൻ പട്ടിയെ പോലെ പുറത്ത് കിടക്കണം, ഇവിടുന്നും അങ്ങനെ തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒറ്റയ്ക്ക് പോയി ഇരിക്കുന്നുണ്ട്. സുധീഷാണെങ്കിൽ നമ്മളെ നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്, കുറേ നടന്ന് എൻ്റെ കാല് കഴിച്ചു, അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇരുന്നിട്ട് അവർ കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട്. നീലക്കുറിഞ്ഞി ചാനലിൽ അവരുടെ വീഡിയോ വന്നതും കമൻസും എല്ലാം സുധീഷ് നമ്മളെ നിധിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നല്ല കപ്പിൾസാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് ഒക്കെ കണ്ടപ്പോൾ നിധി ഇങ്ങനെ പറയുന്നുണ്ട്, പാവം അവർക്കൊന്നും സത്യാവസ്ഥ അറിയില്ലല്ലോ, നമ്മൾ ഡിവോഴ്സ് ആവാൻ പോകുന്ന ആൾക്കാരാണെന്നും അതുപോലെ തന്നെ നമ്മളെ ഇടയിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നൊന്നും അവർക്ക് അറിയില്ലല്ലോ, പാവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ സുധീഷിന് ചെറിയ വിഷമമൊക്കെ ആവുന്നുണ്ട്. എന്തായാലും ആള് ഒരുപാട് ഹാപ്പിയാണ്. സുധീഷിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ നടന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ബീച്ചിലേക്ക് അവൻ പറഞ്ഞിട്ടാണ് അവർ വരാമെന്ന് തീരുമാനിച്ചതും പിന്നെ അതുപോലെ തന്നെ ഒരുമിച്ച് കടലിൽ കളിച്ചതും ഒരുമിച്ച് നടന്നതും ഒക്കെ അവന് വലിയ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ ഇടയിൽ അച്ഛൻ വന്നത് അവന് ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ വന്നിട്ട് അതിൻ്റെ ഇടയിൽ സംസാരിച്ചതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ആ സമയത്ത് അവർക്ക് മിണ്ടാൻ കഴിഞ്ഞില്ലല്ലോ, അവരുടെ പ്രൈവസി നഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അവൻ ഇങ്ങനെ വെറുവെറുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും സുഭാഷ് ഏട്ടൻ വന്നിട്ട് അച്ഛനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഭയങ്കര സന്തോഷമായി. അച്ഛൻ പക്ഷെ ഒരു പെടാപ്പാടിൽ പെട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മദ്യം വിൽക്കുന്ന ആൾ വന്നിട്ട് അച്ഛന് മദ്യം കൊടുക്കുന്നുണ്ട്. അച്ഛൻ അത് കാശ് കൊടുത്ത് മേടിക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് പോലീസുകാർ വന്ന് അച്ഛനെ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ വെച്ചിട്ട് ആള് മദ്യം കുടിക്കുന്നതൊക്കെ കാണുമ്പോൾ എന്തായാലും പ്രശ്നമാവും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം, ഭാസ്കരൻ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യൂലേ എന്നൊക്കെ. അതുപോലെ തന്നെ നിധിയുടെയും സുധീഷിൻ്റെയും ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഡിവോഴ്സ് ഫയൽ ചെയ്തതിന് ശേഷം വരുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.